ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമമായ വെമ്പിളി നിവാസികളുടെ കോൺക്രീറ്റ് പാലമെന്ന ആവശ്യത്തിന് അരനൂറ്റാണ്ട് പഴക്കമുണ്ട്. നാളുകളായി പ്രദേശവാസികൾ ഉപയോഗിക്കുന്ന വെമ്പിളി തൂക്കുപാലം അപകടാവസ്ഥയിൽ ആയതോടെ പുതിയ കോൺക്രീറ്റ് പാലമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. AV ജോർജ് ആൻഡ് കമ്പനിയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സഞ്ചാരത്തിനായാണ് ആദ്യം പുല്ലുകാറിന് കുറുകെ വെമ്പിളിയിൽ നിന്നും തേൻപുഴയിലേക്ക് ചങ്ങലപ്പാലം നിർമ്മിക്കുന്നത്. ഇരുമ്പ് വാടത്തിൽ ചങ്ങലകൾ തൂക്കിയിട്ട് തടികൾ പാകിയായിരുന്നു ഇതിലൂടെ നാട്ടുകാരും തൊഴിലാളികളും കാൽനടയായി സഞ്ചരിച്ചിരുന്നത്. ഈ തൂക്കുപാലത്തിലൂടെ കയറിയാണ് വെമ്പിളി ഉറുമ്പുക്കര അടക്കമുള്ള മേഖലയിലെ ജനങ്ങൾ കൂട്ടിക്കൽ മുണ്ടക്കയം മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം പാലത്തിന്റെ നവീകരണം കൂട്ടിക്കൽ കൊക്കിയാർ പഞ്ചായത്തുകൾ ഏറ്റെടുത്തു. പഴയ ചങ്ങലപ്പാലം കൂടുതൽ ബലപ്പെടുത്തി തൂക്കുപാലമാക്കി. അപ്പോഴും ഇവിടെ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് എത്തിയിരുന്നു. ഇതിനിടെ 2021 പ്രളയത്തിൽ തൂക്കുപാലത്തിന് സാരമായ കേടുപാട് സംഭവിച്ചു. ഇതിന് അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും കാൽനടയാത്ര പുനരാരംഭിച്ച ശേഷം 2 വർഷം മുമ്പ് പാലത്തിന് സമീപം നിന്നിരുന്ന മരം ഒടിഞ്ഞു വീണ് പാലത്തിന് സാരമായ കേടുപാടുണ്ടായി. പിന്നീട് അലുമിനിയം പ്ലാറ്റ്ഫോം അടക്കം സ്ഥാപിച്ച് പാലം നവീകരിച്ചെങ്കിലും പാലത്തിന് ബലക്ഷയമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതോടെ ഇവിടെ കോൺക്രീറ്റ് പാലം വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്. വെമ്പിളി ഉറുമ്പിക്കര അടക്കമുള്ള മേഖലയിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ വെമ്പിളിയിൽ നിന്നും കൊക്കയാർ വഴി 5 കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിക്കണം. നമ്മുടെ വെമ്പിളിയിലെ തൂക്കുപാലം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം കൂട്ടിക്കൽ മുണ്ടക്കയം പ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് ഞങ്ങൾക്ക് ഏകദേശം 4-5 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഈ പാലത്തേക്കൂടെ പോകുന്നതിൻ്റെ സാഹചര്യത്തിൽ ഈ പാലത്തേക്കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് അത്രയും 4-5 കിലോമീറ്റർ ഞങ്ങൾക്ക് ലാഭമുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള റോഡെന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതാണ്. അക്കരയോട്ട് കയറി കഴിഞ്ഞാൽ നാഷണൽ ഹൈവേയുടെ റോഡാണ്. ആ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് വളരെ സൗകര്യമുണ്ട്. ഇവിടെ ഏകദേശം ഒരു 10,500 വീട് താമസമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു റിമോട്ട് ഏരിയയാണെങ്കിലും അത്രയും ആൾക്കാർ തിങ്ങി വസിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്ക് പോകണമെങ്കിലും ഞങ്ങൾക്ക് ഈ കൊക്കയാർ വഴി പോകണം. അത് അവിടുത്തെ പാലവും പോയിരിക്കുകയാണ്, റോഡും പോയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ പാലം ഞങ്ങൾക്ക് ശരിയായി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് കോൺക്രീറ്റ് പാലത്തിനായി 5 കോടി രൂപ ഫണ്ട് അനുവദിച്ചെന്ന ആദ്യ പ്രഖ്യാപനമുണ്ടായി. പിന്നീട് ഓരോ വർഷവും ഇത് 9 കോടിയും 18 കോടി രൂപയായും ഉയർന്നു. എന്നാൽ ജനപ്രതിനിധികളുടെ പ്രഖ്യാപനമല്ലാതെ ബജറ്റിൽ ടോക്കൺ തുകയായ 1 രൂപ മാത്രമാണ് അനുവദിച്ചത്. ഇതോടെ കോൺക്രീറ്റ് പാലം പണിയുന്നതിനുള്ള തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. ഇപ്പോഴും പാലത്തിന് ഫണ്ട് അനുവദിച്ചെന്ന വാഗ്ദാനമാണ് അധികാരികൾ നൽകുന്നത്. എന്നാൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ല. ഇവിടെ കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമായാൽ ഇടുക്കി ജില്ലയുടെ അതിർത്തി ഗ്രാമമായ കൊക്കയാർ പഞ്ചായത്തിന്റെ തന്നെ സമഗ്ര വികസനത്തിനാകും ഇത് വഴിവെക്കുക. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.